രാഷ്ട്രീയ ഭിന്നതകളെക്കാൾ വലുതാണ് വിദ്യാർത്ഥികളുടെ ഭാവി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസത്തിന് പുതിയ കരുത്ത് പകരുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പദ്ധതികൾ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ തടയരുതെന്ന് സാധാരണക്കാർ ആവശ്യപ്പെടുകയാണ്. ശ്യാമപ്രസാദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന, അതിനെ മറ്റൊരു തലത്തിലേക്ക് വളർത്തുന്നതാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂളും നല്ല ചുറ്റുപാടുമൊക്കെ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ആ പദ്ധതിയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് രണ്ട് മുന്നണികൾ അധികാരത്തിൽ ഇരുന്നതും ഇപ്പോൾ ഭരിക്കുന്നതുമായ രണ്ട് സർക്കാരുകൾ ഇട്ട് തട്ടിക്കളിക്കുന്നു എന്ന വിമർശനമാണോ ഇപ്പോൾ ഉയരുന്നത്? സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീയിൽ സംസ്ഥാനത്തെ ഭിന്നാഭിപ്രായങ്ങൾ തുടരുന്നതിനിടയിൽ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് വലിയ ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരംഭിച്ച ജനം TV ആരംഭിച്ച ഈ ക്യാമ്പയിനിൽ PM ശ്രീ ക്യാമ്പയിനോട് അനുകൂലമായ പ്രതികരണമാണ് സാധാരണക്കാർക്കിടയിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. PM ശ്രീയിൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ സാധാരണക്കാർക്ക് വളരെയധികം ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെല്ലാം തന്നെ വരണമെന്ന് തന്നെയാണ് നമ്മൾ തേടിയിരിക്കുന്ന ബൈറ്റുകളിലെല്ലാം തന്നെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രതികരണങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നൈപുണ്യ വികസനവും ഒപ്പം തന്നെ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന പരിഷ്കാരങ്ങളും എല്ലാം തന്നെ സംസ്ഥാനത്തിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ എല്ലാം തന്നെ വിലയിരുത്തൽ. ആ വിലയിരുത്തലുകളെല്ലാം തന്നെയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ജനം TV ആരംഭിച്ചിരിക്കുന്ന PM ശ്രീ ക്യാമ്പയിനിലൂടെ ആളുകൾ പ്രതികരിക്കുകയും ചെയ്തത്. അങ്ങനെ ശക്തമായൊരു പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നിലവിലെ സർക്കാർ പോലും ഈ PM ശ്രീയിൽ ഉപസമിതിയെ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായ പിന്തുണ തന്നെ ലഭിക്കുന്നതിൽ വളരെയധികം PM ശ്രീയെ സംസ്ഥാനം കൈനീട്ടി സ്വീകരിക്കുന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയായി ഇപ്പോൾ മാറിയിരിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഗൗതം. ഓക്കെ എന്തായാലും പാവപ്പെട്ടവനും പഠിക്കേണ്ടേ എന്ന ജനം TVയുടെ ക്യാമ്പയിൻ തുടരുകയാണ്. PM ശ്രീ പദ്ധതി എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കുന്നില്ല? ഇത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂൾ വിദ്യാഭ്യാസം, നല്ല സ്കൂളുകൾ, നല്ല ക്ലാസ് മുറികൾ, അവർക്ക് പഠിക്കുവാനുള്ള നല്ല അന്തരീക്ഷം, ഇതൊക്കെ സമ്മാനിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയെ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ എന്തിന് തട്ടിക്കളിക്കാൻ ശ്രമിക്കുന്നുവെന്ന ചോദ്യമാണ് ഈ ക്യാമ്പയിനിലൂടെ ജനം TV പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. ശ്യാം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.